വളരെ വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബാലഗോപാൽ, അവിടെ തന്നെ തുടരണം. സാംബയിൽ നിന്നും അതുപോലെ തന്നെ ജമ്മുവിൽ നിന്നും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു. പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം ഇന്ത്യയിലേക്ക് ഇന്നലെ അയച്ചത് ഈ നിരീക്ഷണ ഡ്രോണുകളായിരുന്നു എന്നാണ് നേരത്തെ ഇന്ത്യ ഔദ്യോഗികമായി വ്യക്തമാക്കിയത്. 300 മുതൽ 400 വരെ ഡ്രോണുകൾ ഇന്ത്യയുടെ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇന്നലെ ഇന്ത്യയിലേക്ക് അയച്ചിരുന്നു. ഇന്ന് സാംബയിലും ജമ്മുവിലുമാണ് സ്ഫോടന ശബ്ദങ്ങൾ കേട്ടിരിക്കുന്നത്. സ്ഥിരീകരിക്കാൻ നമുക്ക് സാംബയിലും ജമ്മുവിലും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്നുള്ളത്. ഒമർ അബ്ദുള്ള തന്നെ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇപ്പോൾ അർജുൻ പീതാംബരനുണ്ട്. ശ്രീനഗറിൽ സൈറൺ മുഴങ്ങിയിരിക്കുന്നു. 1 മിനിറ്റ് മുമ്പാണ് ശ്രീനഗറിൽ എയർ സൈറൺ മുഴങ്ങിയിരിക്കുന്നത്. അർജുൻ, ഇപ്പോൾ എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? അഭിലാഷ്, 3 ഇടങ്ങളിൽ ഡ്രോൺ എത്തി എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അത് ഒന്ന് ജമ്മുവിലെ സാംബ മേഖലയിലാണ്, സാംബ സെക്ടറിലാണ്. ഈ ബ്ലാക്ക് ഔട്ട് ഉണ്ടായ സമയത്ത് തന്നെ അവിടെ ചില ഡ്രോണുകൾ, അതായത് ഇന്നലെ ഉണ്ടായ പോലെ കൂട്ടത്തോടെ എത്തിയതല്ല, പക്ഷേ ചില ഡ്രോണുകൾ എത്തി എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ ഇന്ത്യൻ സൈന്യത്തിന് വെടിവെച്ച് വീഴ്ത്താൻ, അതായത് തകർക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് പഞ്ചാബിലാണ്. പഞ്ചാബിലെ ഫിറോസ്പൂരിലും അതുപോലെ തന്നെ അമൃത്സറിലും ഈ 2 ഇടങ്ങളിലും സ്ഥിരീകരിച്ച വിവരമല്ല, മറിച്ച് അവിടെയുള്ള പ്രദേശവാസികൾ ഇത്തരത്തിൽ ചില സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു, ഡ്രോണുകൾ എത്തി എന്നുള്ള കാര്യം അവിടുത്തെ പ്രദേശവാസികൾ ദൃക്സാക്ഷികളാണ് പറയുന്നത്. പക്ഷേ ജമ്മുവിലെ കാര്യം നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് ഈ ഫിറോസ്പൂരിലും അതുപോലെ തന്നെ അമൃത്സറിലും പഞ്ചാബിലെ 2 നഗരങ്ങളിലും സൈറൺ മുഴങ്ങിയതും ബ്ലാക്ക് ഔട്ടിലേക്ക് പോയതും മുൻകരുതലായിട്ടല്ല, അവിടെ ഡ്രോണുകൾ എത്തിയിട്ടുണ്ട് എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. അതായത് പഞ്ചാബിലേക്കും കാശ്മീരിലേക്കും പാകിസ്ഥാൻ ഇന്ന് ഡ്രോണുകൾ അയച്ചിരിക്കുന്നു. അർജുൻ, തുടർന്നോളൂ. അഭിലാഷ്, തീർച്ചയായിട്ടും നിലവിൽ ഈ ഫിറോസ്പൂരിലും അമൃത്സറിലുമാണ് പഞ്ചാബിനെ സംബന്ധിച്ച് അവിടെ ഡ്രോണുകൾ എത്തിയത്. അത് വെടിവെച്ചിട്ടു എന്നുള്ള കാര്യം തന്നെയാണ് അവിടെയുള്ള പ്രദേശവാസികളും അതുപോലെ തന്നെ ദൃക്സാക്ഷികളും പറയുന്നത്. ഈ ബ്ലാക്ക് ഔട്ട് ഉണ്ടായ സമയത്ത് തന്നെയാണ് അവിടെ ഡ്രോണുകൾ എത്തിയത്. അതിനോടൊപ്പം തന്നെയാണ് ജമ്മുവിലെ സാംബ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് സമാനമായിട്ട് തന്നെ ഇത്തരത്തിൽ ഡ്രോണുകൾ എത്തി, അതായത് കൂട്ടത്തോടെ വലിയ തോതിൽ എത്തി എന്നുള്ള സ്ഥിരീകരണം ഇപ്പോഴും ലഭിച്ചിട്ടില്ല, മറിച്ച് ചില ഡ്രോണുകൾ എത്തിയിട്ടുണ്ട്. എണ്ണം കൃത്യമല്ല, 4 or 5 അതിൽ എന്തായാലും 10 താഴെ എന്നുള്ളൊരു വിവരമാണ് നിലവിലുള്ളത്. 4 or 5 എന്നുള്ളത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളായും പുറത്തു വരുന്നുണ്ട്. ആദ്യം ഈ കാര്യങ്ങൾ പറഞ്ഞത് അവിടെയുള്ള പ്രദേശവാസികളാണ്. അതായത് ദൃക്സാക്ഷികൾ പല ബ്ലാക്ക് ഔട്ടിന് പിന്നാലെ ഇത്തരത്തിൽ ഡ്രോണുകൾ വരുന്നത് കണ്ടു. അത് പ്രധാനമായിട്ടും സാംബ അതിർത്തിയിലാണ്. അത് വെടിവെച്ചിടാൻ വേണ്ടി നമ്മുടെ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് പിന്നാലെ ഒമർ അബ്ദുള്ളയുടെ, അതായത് ഇപ്പോൾ ജമ്മുവിൽ തന്നെയുള്ള ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയുടെ സ്ഥിരീകരണം ഉണ്ടായി. അതായത് അദ്ദേഹം വസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിന് തൊട്ടടുത്ത് പൊട്ടിത്തെറി ശബ്ദം കേട്ടു. അത് ആർട്ടിലറി വെടിവെപ്പാണോ എന്നടക്കം അദ്ദേഹം സംശയിക്കുന്നതായിട്ടും നിലവിൽ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം പൂഞ്ചിലും രജൌരിയിലും അടക്കമുള്ള പല മേഖലകളിലും ഇപ്പോഴും ഷെല്ലിങ്ങും ആർട്ടിലറി വെടിവെപ്പും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തുടരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് പലയിടങ്ങളിലും ഇത്തരത്തിൽ പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഭാഗമാണോ എന്നുള്ള സംശയം ചില ദൃക്സാക്ഷികളും അത് തന്നെയാണ് ഇപ്പോൾ ഒമർ അബ്ദുള്ള, ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയും പറയുന്നത്. പക്ഷേ അവിടെയുള്ള ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് ജമ്മുവിൽ എത്തിയത് ഡ്രോൺ തന്നെയാണ്, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ആണ് എത്തിയത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് കഴിഞ്ഞ ദിവസം എത്തിയതുപോലെ ഇന്ന് ഡിഫൻസ് വക്താക്കൾ സൂചിപ്പിച്ചതുപോലെ ആയുധങ്ങൾ ഘടിപ്പിച്ചതല്ല, മറിച്ച് നിരീക്ഷണങ്ങൾ ആണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ചെറിയ ചില വെടിക്കോപ്പുകൾ, അതായത് ഈ പെല്ലറ്റുകൾ വർഷിക്കാൻ സാധിക്കുന്ന ഡ്രോണുകളും ഇക്കൂട്ടത്തിലുണ്ട്. ആ ഡ്രോണുകളാണോ അതല്ല ക്യാമറയുള്ള ഡ്രോണുകൾ, അതായത് പ്രധാനമായിട്ടും നിരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഡ്രോണുകൾ വരുന്നത്. അത്തരത്തിലുള്ള ഡ്രോണുകളാണ് ഇന്നും എത്തിയത്. അതായത് ഒരു വെടിവെപ്പ് ഒന്നും തന്നെ ഡ്രോണുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇതിനോടകം തന്നെ വന്ന ഡ്രോണുകളെല്ലാം വെടിവെച്ചിട്ടിരിക്കുന്നു. അതിനുശേഷം കൂടുതൽ ഡ്രോണുകൾ എത്തിയതായിട്ട് നിലവിൽ എന്തായാലും റിപ്പോർട്ടുകളില്ല. ജമ്മുവിലാണ് ആദ്യം ഡ്രോണുകൾ എത്തുന്നത്. 8:30 തന്നെ അവിടെ ബ്ലാക്ക് ഔട്ട് ഉണ്ടാകുന്നു. സൈറണുകൾ 3ഉം 4ഉം തവണ മുഴങ്ങുന്നു. ഈ ജമ്മു വിമാനത്താവളത്തിന് അടുത്തും ഇത്തരത്തിൽ സ്ഫോടന ശബ്ദം കേട്ടുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല ഇതുവരെയും. എന്തായാലും സാംബ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപത്ത് ഇത്തരത്തിൽ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ വന്നിട്ടുണ്ട്.